ഇപ്പോൾ ബോഡി ലഭിച്ച കുളം റോഡിന്റെ സൈഡല്ല, വീണ് അപകടത്തിൽ വീഴാൻ ഒരു ചാല് കടന്ന വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ പാലങ്ങളാണുള്ളത്. അങ്ങനെ സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും പോലീസ് വിശദമായി തന്നെ പാർക്കിൽ കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ ഇടയ്ക്ക് കളിക്കാൻ പോകാറുണ്ടെന്നാണ് കിട്ടിയ വിവരം. ഇതല്ല, പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. പക്ഷെ ഈ വഴിയും എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷെ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അമ്മ വന്നു എന്ന് പറഞ്ഞ കുട്ടി അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അമ്മ ആ വഴിക്ക് പോയതാണ്. അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത്. അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് ഏതായാലും ഇത് വിശദമായി പരിശോധിക്കും. അമ്മ രാവിലെ ഇതിലെ വന്നിരുന്നു എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞത്. ഒരു അസ്വാഭാവികത ഉണ്ട്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല. കുട്ടി വീട്ടിൽ നിന്ന് അധിക ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല. ഏതായാലും ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കുളത്തിലേക്ക് ഇന്നലെ ഇവിടെ നടത്തിയില്ല. കാരണം ഡോഗ് സ്ക്വാഡ് വന്നത് മറ്റ് 2 കുളത്തിന്റെ പരിസരത്തൂടെയാണ്. അപ്പൊ ആ 2 കുളത്തിലാണ് ഇന്നലെ കോട്ടേഴ്സിന്റെ 100 മീറ്റർ അപ്പുറത്താണ് മറ്റൊരു കുളമുള്ളത്. അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പൊ അവിടെ ഇല്ല. അപ്പൊ ഇന്നലെ ഈ കുളം നമ്മൾ ആരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളം ഉള്ളത്. മറിഞ്ഞു വീണു പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. അല്ല, മറ്റു 2 സ്ഥിതി വരുമ്പോൾ നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് റോഡാണ്. റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളം. ആൾപെരുമാറ്റമുള്ളതാണ്. കാരണം ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്. ആൾപെരുമാറ്റമുള്ള. പക്ഷെ ആ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിലെ കുളിച്ചുകൊണ്ടിരിക്കുന്നത്.